നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ ബലം കൈകാര്യം ചെയ്യുന്നതിനും സ്പർശനം കൈകാര്യം ചെയ്യുന്നതിനും ഉള്ള ഞരമ്പുകളെയാണ് നമ്മൾ നെർവ്സ് എന്ന് വിളിക്കുന്നത്. ഈ നെർവ്സ് നമ്മുടെ നട്ടെല്ലിൻ്റെ മുൻപിലുള്ള സ്പൈനൽ കോഡിൽ നിന്നാണ് വരുന്നത്. സ്പർശനം കൈകാര്യം ചെയ്യുന്നതിനുള്ള സെൻസറി നെർവ്സ് സെൻസറി ന്യൂക്ലിയസിൽ നിന്നും, ബലം കൈകാര്യം ചെയ്യുന്നതിനുള്ള മോട്ടോർ നെർവ്സ് മോട്ടോർ ന്യൂക്ലിയസിൽ നിന്നുമാണ് വരുന്നത്. സ്പൈനൽ കോഡിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലുള്ള ഈ നെർവുകൾ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ യോജിച്ച് ഒറ്റ ഞരമ്പാകും. ഞരമ്പിന് ഡാമേജ് ഉണ്ടായാൽ നമുക്ക് മരവിപ്പ്, തരിപ്പ്, ബലക്കുറവ്, അതിൻ്റെ ഒപ്പം വേച്ചു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ഞരമ്പുകൾ എവിടുന്നാണോ ഉണ്ടാകുന്നത്, ആ മോട്ടോർ ന്യൂക്ലിയസ് അത് ഡാമേജ് ആവുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. മോട്ടോർ ന്യൂറോൺ ഡിസീസിൽ ഒരു രോഗിക്ക് കൈകൾക്കോ കാലുകൾക്കോ ബലക്കുറവ് വരികയും കൈയും കാലും ശോഷിക്കുകയും കാലം മുമ്പോട്ടേക്ക് പോകുമ്പോൾ ശരീരത്തിന് മുഴുവൻ ബലക്കുറവ് ഉണ്ടാവുകയും ചെയ്യും. ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത് ചികിത്സ ഇല്ലാത്ത ഒരു രോഗമാണ്. രോഗം ചികിത്സിച്ച് മാറ്റാൻ ഇതുവരെ മെഡിക്കൽ സയൻസിന് സാധിച്ചിട്ടില്ല. രോഗം വഷളാവുന്നതിൻ്റെ വേഗത കുറയ്ക്കാൻ മാത്രമാണ് നമുക്ക് മരുന്നുകളും ഫിസിയോതെറാപ്പിയും കൊണ്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറസ് ആയ, നമ്മൾ ശത്രുക്കൾക്ക് പോലും വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ആർക്കാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഉണ്ടാകാറുള്ളത്? സാധാരണഗതിയിൽ ഒരു 40-നും 60-നും വയസ്സിന് ഇടയ്ക്കുള്ള ആളുകളിലാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് കാണപ്പെടാറുള്ളത്. സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരിലാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് കുറച്ച് കൂടുതൽ. എന്തൊക്കെയാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ രോഗലക്ഷണങ്ങൾ? ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ള ബലക്കുറവ്, അത് ഒന്നുകിൽ കൈക്കായിരിക്കാം തുടങ്ങുന്നത്, അതല്ല എങ്കിൽ കാലിന്. രണ്ട് കൈക്കും ഒരുമിച്ച് വരാറില്ല. ആദ്യമേ ഒരു കൈക്ക് വന്നതിന് ശേഷമായിരിക്കും മറ്റൊരു കൈക്ക്. ചിലപ്പോഴൊക്കെ ബൾബാർ ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ വായിലെ പ്രശ്നങ്ങളുമായി ഇത് തുടങ്ങാം. സംസാരത്തിന് കുഴച്ചിൽ, ഭക്ഷണം വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം വെള്ളം ഇറക്കുമ്പോൾ നെറുകയിലേക്ക് കയറുക, ഇങ്ങനെ വായിൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ ബൾബാർ ഓൺസെറ്റ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് വിളിക്കും. എവിടെയാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് മാസങ്ങൾ കൊണ്ടോ ചിലപ്പോഴൊക്കെ വർഷങ്ങൾ കൊണ്ടോ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് ഇത് പടർന്നു പിടിക്കും. ബലക്കുറവിന് ഒപ്പം മറ്റ് ലക്ഷണങ്ങൾ കാണാറുള്ളത് കൈയോ കാലോ അത് ശോഷിക്കുക, കയ്യിലും കാലിലുമൊക്കെ മസിലുകൾ ഇങ്ങനെ തുടിക്കുന്നത് പോലെ തോന്നും. നമ്മളുടെ കണ്ണിൻ്റെ അവിടെയുള്ള തുടിപ്പ് എന്ന് പറയുന്നത് നോർമലാണ്. അവയെ ബിനൈൻ ഫസിക്കുലേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഉറക്കക്കുറവും ടെൻഷനും കാപ്പി ചായ കൂടുതൽ കുടിക്കുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കണ്ണിൻ്റെ അവിടെ വരുന്ന തുടിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ ഇങ്ങനെയുള്ള മസിലിൻ്റെ തുടിപ്പ് കണ്ണിൻ്റെ അവിടെ അല്ലാതെ മുഖത്ത് മറ്റു ഭാഗങ്ങളിലോ കൈകളിലോ ദേഹത്തോ ഉണ്ടായാൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ആണോ എന്ന് തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. ബലക്കുറവ്, മസിലുകൾ ശോഷിക്കുക, മസിലുകൾ തുടിക്കുക, ഈ പറയുന്നതിന് ശേഷം രോഗിക്ക് ശക്തമായ ബലക്കുറവിലേക്ക് ഇത് നീങ്ങും. മോട്ടോർ ന്യൂറോൺ ഡിസീസുമായി യോജിച്ച് പോകാത്ത ചില ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്പർശനത്തിനുള്ള പ്രശ്നങ്ങൾ. തൊട്ടാൽ കൈയോ കാലോ മരച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൈക്കോ കാലിനോ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ ഉണ്ടാവുക. പിന്നെ കാഴ്ചയ്ക്ക് മങ്ങലോ രണ്ടായി കാണുന്നത് പോലെയോ ഉണ്ടാവുക. മൂത്രം ഒഴിക്കുന്നതിനോ വയറ്റിൽ നിന്ന് പോകുന്നതിനോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഈ 3 ലക്ഷണങ്ങളും മോട്ടോർ ന്യൂറോൺ ഡിസീസുമായി ഒത്തുപോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബലക്കുറവുണ്ടായി എന്ന് വെച്ച് ഉടനെ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ആണ് എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കാൻ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും.
എന്തുകൊണ്ടാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് വരുന്നത്? മോട്ടോർ ന്യൂറോൺ ഡിസീസ് വളരെ കോമൺ ആയ ഒരു അസുഖം അല്ല. ഒരു 1,00,000-2 ആളുകൾക്കൊക്കെ ആയിരിക്കും മോട്ടോർ ന്യൂറോൺ ഡിസീസ് വരിക. പക്ഷേ തീർച്ചയായും ഈ അടുത്ത കാലത്ത് മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ എണ്ണം ഇത്തിരി കൂടിയിട്ടുണ്ട്. നമ്മളുടെ ജീവിത രീതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ്, നമ്മൾക്ക് ബാധിക്കപ്പെടുന്ന വൈറസ് അസുഖങ്ങൾ, ഇവയെല്ലാം ഈ കൂടി വരുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ കാരണങ്ങളായി പറയപ്പെടാറുണ്ട്. പക്ഷേ ഇന്നതാണ് കാരണം എന്നത് നമുക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു 5% രോഗികളിൽ ജനറ്റിക് കാരണങ്ങളാൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഉണ്ടാകാറുണ്ട്. SOD1 മ്യൂട്ടേഷൻ, C9orf72 മ്യൂട്ടേഷൻ, ഇങ്ങനെയുള്ള ചില ജനിതകമായ കാരണങ്ങൾ. ഇതിന് പ്രാധാന്യമുണ്ട്. ഇത്രയും കാലം ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമായിരുന്നു എങ്കിലും SOD1 മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ജനറ്റിക് കോസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ രോഗം ചികിത്സിച്ച് മാറ്റാനായിട്ടുള്ള പുതിയ ഒരു മരുന്ന് ഇപ്പോൾ അമേരിക്കയിൽ ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്കും വരും, നമ്മളുടെ രോഗികൾക്കും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ന്യൂറോളജിസ്റ്റുകളെല്ലാം ഉള്ളത്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് ആണോ എന്നത് എങ്ങനെ ഉറപ്പാക്കാം? മോട്ടോർ ന്യൂറോൺ ഡിസീസ് മിക്കപ്പോഴും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. എന്ന് വെച്ചാൽ രോഗിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ, പരിശോധനയിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ ആശ്രയിച്ച് ഒരു നല്ല ന്യൂറോളജിസ്റ്റിന് അത് ഒരു പരിധിവരെ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ആണോ എന്ന് ഉറപ്പോടെ പറയാൻ പറ്റും. മറ്റ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുള്ളത് തലയുടെയും പെടലിയുടെയും സ്കാനാണ്. ഞരമ്പുകൾക്ക് ഇതിൽ ഡാമേജ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഇതുകൊണ്ടാകാം. രണ്ടാമത് നമ്മൾ ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും നീഡിൽ EMGയും ചെയ്യും. ശരീരത്തിലെ ഞരമ്പുകളുടെ പ്രവർത്തനം എങ്ങനെ, ബലം കൈകാര്യം ചെയ്യുന്ന മോട്ടോർ നെർവ്സ് മാത്രമാണോ ബാധിക്കപ്പെട്ടിരിക്കുന്നത്, സ്പർശനത്തിനെയും ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനു വേണ്ടിയാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മോട്ടോർ ന്യൂറോൺ ഡിസീസിൽ മസിലുകൾ തുടിക്കും എന്ന്. പുറമേ നമ്മൾക്ക് കാണുമ്പോൾ ഈ തുടിപ്പുകൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ മസിലുകൾ തുടിക്കുന്നുണ്ടോ എന്നറിയാനായിട്ടാണ് ചെറിയ സൂചി മസിലിലേക്ക് കുത്തിയിറക്കിയുള്ള നീഡിൽ EMG അല്ലെങ്കിൽ ഇലക്ട്രോമയോഗ്രാഫി ചെയ്യുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ ഈ നീഡിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ശരീരത്തിലെ മറ്റ് അസുഖങ്ങൾ കൊണ്ടാണോ എന്ന് നോക്കുന്നതിനായി അടിസ്ഥാന ബ്ലഡ് ടെസ്റ്റുകൾ, തൈറോയിഡ്, പാരാതൈറോയിഡ് ഹോർമോൺ, ശരീരത്തിലെ കെമിക്കൽസിൻ്റെ ലെവൽ എത്ര എന്ന് നോക്കാൻ ഹെവി മെറ്റൽ പാനൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊന്നും അടങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ CT സ്കാനോ പെറ്റ് സ്കാനോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വളരെ ചുരുക്കം രോഗികളിൽ മാത്രമേ ഉള്ളൂ ടിപ്പിക്കലായിട്ടുള്ള ഒരു മോട്ടോർ ന്യൂറോൺ ഡിസീസിൽ ഈ കാരണങ്ങൾ പൊങ്ങി വരാറുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാരണം കിട്ടിയാൽ അത് ചികിത്സിച്ച് മാറ്റിയാൽ ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് വഷളാകുന്നതിന് നമുക്ക് തടയിടാൻ സാധിക്കും. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത് ഒരു രോഗിയോട് ഇതാണ് നിങ്ങൾക്കുള്ള രോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു നിമിഷമാണ്. എപ്പോഴും നമ്മളെ കാണാൻ വരുന്ന രോഗിയെ ചികിത്സിച്ച് ശരിയാക്കുക എന്നതായിരിക്കുമല്ലോ നമ്മളുടെ ആഗ്രഹം. മാത്രമല്ല ഈ അസുഖത്തിൻ്റെ പേര് കേട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി മൊബൈലിൽ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ എത്ര ഭയാനകമായ ഒരു രോഗമാണ് ഡോക്ടർ നമുക്ക് വിധി എഴുതിയത് എന്നത് ഏത് രോഗിക്കും ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ ചികിത്സ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലെ മറ്റ് അസുഖങ്ങളാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസിന് കാരണമെങ്കിൽ അവ ചികിത്സിക്കുന്നതോടെ ഇത് മാറിപ്പോയേക്കാം. കൂടുതലും കാര്യങ്ങളിൽ നമുക്ക് കാരണം കണ്ടെത്താൻ സാധിക്കാറില്ല. അവയെ നമ്മൾ ഇഡിയോപ്പതിക് മോട്ടോർ ന്യൂറോൺ ഡിസീസ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇവയെ എമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നാണ് വിളിക്കാറുള്ളത്. ഇവിടെ
രോഗം വഷളാകുന്നതിൻ്റെ വേഗത കുറയ്ക്കാനേ നമുക്ക് സഹായിക്കാൻ പറ്റും. വൈറ്റമിൻ മരുന്നുകൾ, എഡാറവോൺ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ മാസത്തിൽ 10 ദിവസത്തേക്ക്, അങ്ങനെ 6 മാസ കാലയളവോളം നമ്മൾ കൊടുക്കാറുണ്ട്. രോഗം വഷളാകുന്നതിൻ്റെ വേഗത കുറയ്ക്കാനും മസിലുകളുടെ തുടിപ്പ് കുറയ്ക്കാനുമൊക്കെ ഇത് സഹായിക്കും. മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് റിലുസോൾ എന്ന് പറയുന്നത്. നമ്മളുടെ നാട്ടിൽ ഈ റിലുസോൾ എന്ന് പറയുന്ന മരുന്ന് സൺ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ രോഗികൾക്ക് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ വളരെ വിലയേറിയ ഒരു മരുന്നാണ് ഇത്. ഈ മരുന്നും രോഗം വഷളാവുന്നതിൻ്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ രോഗികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യാൻ ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കും. ഒന്ന്, ശരീരത്തിലെ മസിലുകൾക്ക് ക്രാംസ്, കോച്ചിപ്പിടുത്തം ഉണ്ടെങ്കിൽ കാൽഷ്യം, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം എന്ന ഈ മരുന്നുകൾ, പ്രിഗബലിൻ, ഗാബാപെൻറ്റിൻ എന്നൊക്കെ പറയുന്ന ചില മരുന്നുകൾ നമ്മൾ ഈ മസിലുകളുടെ കോച്ചിപ്പിടുത്തത്തിന് ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നെറുകയിൽ കയറുന്നു, വിക്കുന്നു എന്ന പ്രശ്നങ്ങൾ വന്നാൽ രോഗികൾക്ക് കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുകയും ചില മരുന്നുകൾ വിഴുങ്ങുന്നതിന് സഹായിക്കുന്നത് കൊടുക്കുകയും രോഗം മുമ്പോട്ടേക്ക് പോയാൽ മൂക്കിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയായി റൈൽസ് ട്യൂബ് ഉപയോഗിക്കുകയും ചെയ്യും. ആരോഗ്യവാനായ ഒരു രോഗിക്ക് വേണ്ട പോഷക ഗുണമുള്ള ആഹാരങ്ങൾ എത്തിക്കുന്നതിന് റൈൽസ് ട്യൂബ് മതിയാകാതെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വയറിലേക്ക് നേരിട്ട് ഫുഡ് കൊടുക്കുന്നതിനായി പെഗ് ഫീഡ് എന്ന് പറയുന്നത് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കിടക്കുമ്പോൾ ശ്വാസം എടുക്കുന്നതിന് കൂടുതൽ അസ്വസ്ഥത തോന്നുക, ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കെട്ടിക്കിടക്കുക എന്നുള്ളവയും മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഉള്ള രോഗിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള രോഗികളെ കിടക്കുന്നതിന് സഹായിക്കുന്നതിനും ശ്വാസം തടസ്സം മെച്ചപ്പെടുത്തുന്നതിനും നമ്മൾ ബൈപ്പാപ്പ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിക്കാറുണ്ട്. ശക്തമായ രീതിയിൽ ഓക്സിജൻ മൂക്കിലേക്കും വായിലേക്കും അടിച്ചു കയറ്റി രോഗിയെ ശ്വാസം വലിക്കാൻ സഹായിക്കുകയും ബുദ്ധിമുട്ടില്ലാതെ കിടന്നുറങ്ങാനും ഈ മരുന്ന് സഹായിക്കും. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നത് വളരെ സീരിയസ് ആയ ഒരു രോഗമാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഈ രോഗം വരുന്ന രോഗിക്കും ആ രോഗിയുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ഡോക്ടർമാരെന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. രോഗിയെ ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റില്ല എങ്കിലും രോഗിയുടെ പല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാനും ആ രോഗാവസ്ഥയെ നേരിടുന്നതിനുള്ള ധൈര്യം കൊടുക്കാനും നമുക്ക് കഴിയാറുണ്ട്. നന്ദി.